അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെയും സഹോദരിമാരെയും, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു മഹത്തായ അമലിനെക്കുറിച്ചാണ്. അത് ആണ് നബി മുഹമ്മദിയുടെ മേൽ സ്വലാത്ത് അയക്കൽ. അല്ലാഹു തആല നമ്മോട് ഖുർആനിൽ തന്നെ പറയുന്നു, നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് അയക്കുന്നു. വിശ്വസിക്കുന്നവരെ, നിങ്ങളും അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്ത് അയക്കുകയും സമാധാനം പ്രാർത്ഥിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, ഇത് ഒരു സാധാരണ നിർദ്ദേശമല്ല. ഇത് നേരിട്ട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. സ്വലാത്ത് എന്നത് എന്താണ്? വളരെ ലളിതമായി പറഞ്ഞാൽ, നബിയുടെ മേൽ അല്ലാഹുവിന്റെ കരുണയും അനുഗ്രഹവും വർദ്ധിക്കണമെന്നുള്ള ദുആയാണ്. നമ്മൾ ഈ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അത് ഒരു വാക്ക് മാത്രമല്ല. അത് ഒരു മഹത്തായ ആരാധനയാണ്. നബി പറഞ്ഞു, ആരെങ്കിലും എന്നിൽ ഒരു പ്രാവശ്യം സ്വലാത്ത് അയച്ചാൽ അല്ലാഹു അവന്റെ മേൽ 10 അനുഗ്രഹങ്ങൾ അയക്കും, 10 പാപങ്ങൾ മാപ്പ് ചെയ്യും, 10 നിലകൾ ഉയർത്തും. ചിന്തിച്ചു നോക്കൂ, ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞാൽ ഇത്രയും നേട്ടം. എന്നാൽ നാം ദിവസത്തിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. മനസ്സിൽ ആശങ്ക, വീട്ടിൽ പ്രശ്നങ്ങൾ, കടങ്ങൾ, ദുഃഖങ്ങൾ. പലപ്പോഴും നാം ചിന്തിക്കും, ഇതിന് ഒരു പരിഹാരം ഉണ്ടോ? ഉണ്ട്. അതിൽ ഏറ്റവും ലളിതവും ശക്തവുമായ ഒരു മാർഗമാണ് സ്വലാത്ത്. നബി പറഞ്ഞു, നിങ്ങൾ എത്ര വേണമെങ്കിലും സ്വലാത്ത് അയക്കൂ. എന്നാൽ നിങ്ങൾ കൂടുതൽ സ്വലാത്ത് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീങ്ങും, നിങ്ങളുടെ പാപങ്ങൾ മാപ്പാകും. ഇത് ഒരു വാഗ്ദാനമാണ്. നബിയുടെ വാക്കാണ്. അതിൽ സംശയമില്ല. സ്വലാത്ത് പറയുന്നവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഹൃദയം ശാന്തമാകും. ദുആകൾ സ്വീകരിക്കപ്പെടും. അല്ലാഹുവിന്റെ കരുണ അടുത്തുവരും. നമ്മൾ അനുഭവിക്കുന്ന ഭാരങ്ങൾ കുറയും. നമ്മൾ ചിലപ്പോൾ വലിയ വലിയ അമലുകൾ ചെയ്യാൻ കഴിയാതെ പോകും. പക്ഷേ സ്വലാത്ത്, അത് എപ്പോഴും പറയാം. എവിടെയും പറയാം. യാത്രയിൽ, ജോലിക്കിടയിൽ, നടക്കുമ്പോൾ, കിടക്കുമ്പോൾ. എല്ലായ്പ്പോഴും. സഹോദരങ്ങളെ, നമ്മൾ നബിയെ എത്ര സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ തെളിവ് എന്താണ്? സ്വലാത്ത് ആണ്. നമ്മൾ അദ്ദേഹത്തിന്റെ ഉമ്മത്താണ്. നമുക്ക് ഈമാൻ ലഭിക്കാൻ കാരണക്കാരൻ അദ്ദേഹം. നമ്മെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചവൻ അദ്ദേഹം. അങ്ങനെയുള്ള നബിയുടെ മേൽ സ്വലാത്ത് പറയുന്നത് നമ്മുടെ കടമ അല്ലേ? പ്രത്യേകിച്ച് വെള്ളിയാഴ്ച. ആ ദിവസം സ്വലാത്ത് കൂടുതലായി പറയണം. നബി പറഞ്ഞു, നിങ്ങളുടെ സ്വലാത്ത് എന്നിൽ എത്തിക്കും. നമ്മൾ ഇവിടെ ഇരുന്നു പറയുന്ന ഓരോ സ്വലാത്തും നബിയിലേക്ക് എത്തുന്നു. എത്ര വലിയ ഭാഗ്യം! ഇനി ഒരു രഹസ്യം. നിങ്ങൾക്ക് ദുആകൾ സ്വീകരിക്കപ്പെടണമോ? എങ്കിൽ ദുആയുടെ തുടക്കത്തിൽ സ്വലാത്ത് പറയൂ. അവസാനം സ്വലാത്ത് പറയൂ. അപ്പോൾ ആ ദുആ നേരിട്ട് ഉയരും. സഹോദരങ്ങളെ, ഇന്ന് മുതൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാം. ദിവസവും കുറഞ്ഞത് 100 പ്രാവശ്യം സ്വലാത്ത് പറയാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നാം. പക്ഷേ ഇതിന്റെ ഫലം വളരെ വലുതാണ്. ഈ ഒരു അമൽ മാത്രം നമ്മുടെ ജീവിതം തന്നെ മാറ്റാൻ മതിയാകും. ഓർക്കുക, സ്വലാത്ത് ഒരു സാധാരണ ദിക്റ്റ് അല്ല. അത് നമ്മുടെ രക്ഷയുടെ വഴിയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശമാണ്. നമ്മെ നബിയോട് അടുത്ത് എത്തിക്കുന്ന ഒരു പാലമാണ്. അതിനാൽ സമയം കളയരുത്. കൂടുതൽ സ്വലാത്ത് പറയൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, നമുക്ക് നബിയുടെ മേൽ കൂടുതൽ സ്വലാത്ത് പറയാനുള്ള തൗഫീഖ് നൽകണമേ. നമ്മുടെ പാപങ്ങൾ മാപ്പാക്കണമേ. നമ്മുടെ ദുആകൾ സ്വീകരിക്കണമേ. ആമീൻ.